പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ഓപ്ഷണൽ മൊഡ്യൂൾ ബിയിൽ വരുന്ന 33ാമത്തെ ചാപ്റ്ററായ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവസാന ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. പ്രത്യേകിച്ച് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത്. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ ആൻസർ മലയാളത്തിൽ പറയും. ഇതേ രീതി തന്നെയാണ് നമ്മുടെ ഗൈഡിലും. കാരണം നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അത് മലയാളത്തിൽ അർത്ഥം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വിച്ച് ആർ ദ 3 kinds ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്ന് അഖിലേന്ത്യാ സർവീസ് വരുന്നുണ്ട്, കേന്ദ്ര സർവീസ് വരുന്നുണ്ട്, സംസ്ഥാന സർവീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ഓൾ ഇന്ത്യ സർവീസ്. അഖിലേന്ത്യാ സർവീസിനെ കുറിച്ചിട്ട് 3 തരം സിവിൽ സർവീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് അഖിലേന്ത്യ. അതിനെ കുറിച്ച് വിവരിക്കാനാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായ പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ 2 അഖിലേന്ത്യാ സർവീസുകളാണ് IAS, IPS ഒക്കെ ഭരണഘടനയിൽ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 കേന്ദ്ര അഖിലേന്ത്യാ സർവീസസ് ആണ് എന്ന് പറയുന്നത് IAS-ഉം IPS-ഉം ഭരണഘടന അംഗീകരിച്ചു. രാജ്യസഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷം ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2 ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ പ്രമേയം വഴി ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടുതൽ അഖിലേന്ത്യാ സർവീസുകൾ പാർലമെന്റിനെ സൃഷ്ടിക്കണം. 1963 അഖിലേന്ത്യാ സർവീസ് ഭേദഗതി നിയമം ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയർ, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്നീ സർവീസുകൾ ആരംഭിക്കുന്നതിന് വ്യവസ്ഥയിട്ടു. 42 ഭരണഘടനാ ഭേദഗതി ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിന് രൂപം നൽകി. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാന പ്രവർത്തന മേഖലകളെല്ലാം ഐക്യരൂപവും ഭരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിച്ചത്. സംസ്ഥാനത്തിന്റെ കേന്ദ്രത്തിന്റെ ഭരണാനുഭവങ്ങൾ പരസ്പരം കൈമാറുന്നതിനും അത് അവസരം സൃഷ്ടിച്ചു. അഖിലേന്ത്യാ സർവീസിലെ അംഗങ്ങൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് തെരഞ്ഞെടുക്കുന്നത്. നിയമനത്തിന്റെ രീതി, സേവന വ്യവസ്ഥകൾ, ശമ്പള സ്കെയിൽ എന്നിവ തീരുമാനിക്കുന്നത് പാർലമെന്റാണ്. 3ാമത്തെ ചോദ്യമാണ്, ഡിഫൈൻ ദി സെൻട്രൽ സർവീസ്. കേന്ദ്ര സർവീസിനെ കുറിച്ച് വിവരിക്കാനാണ്. കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലെയും ഭരണവുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർവീസ്. അവ എണ്ണത്തിൽ ഒട്ടേറെയുണ്ട്. ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ പോസ്റ്റ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയതിൽ പെടുന്നുണ്ട്. ഈ സർവീസുകൾക്ക് ഓരോന്നിനും സ്വന്തം നിയമന രീതിയും ചട്ടങ്ങളും ശമ്പള സ്കെയിലുമുണ്ട്. ഇനി 4ാമത്തെ ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി സ്റ്റേറ്റ് സർവീസസ് ആണ്. സംസ്ഥാന സർവീസിനെ വിശദീകരിക്കാനാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിലും ഉണ്ടായിരുന്നു. സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് സംസ്ഥാന സർവീസുമായി ബന്ധപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ ഏത് സംസ്ഥാന സർവീസിൽപ്പെട്ടവരാണോ ആ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലായിരിക്കും അവർ ഉൾപ്പെടുന്നത്. അവരുടെ നിയമന രീതി, സേവന വ്യവസ്ഥകൾ, ശമ്പള സ്കെയിൽ എന്നിവ നിർണ്ണയിക്കുക സംസ്ഥാന സർക്കാരാണ്. 5ാമത്തത്, ഡിസ്ക്രൈബ് കോമ്പോസിഷൻ ഓഫ് UPSC ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമരീതികളെ കുറിച്ച് വിവരിക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കുന്ന ചെയർമാനും ഏതാനും അംഗങ്ങളുമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷണർ. ഇപ്പോൾ ചെയർമാന് പുറമെ 8 അംഗങ്ങളുടെ UPSCയുടെ അംഗസംഖ്യ ഭരണഘടന നിജപ്പെടുത്തില്ല. അംഗങ്ങളിൽ പകുതി പേരെങ്കിലും 10 വർഷത്തിൽ കുറയാത്ത ഭരണപരിചയമുള്ള സിവിൽ ഉദ്യോഗസ്ഥരായിരിക്കും. 6 വർഷക്കാലമോ 65 വയസ്സ് തികയുന്നവരോ ഔദ്യോഗിക പദവിയിൽ തുടരാം. പദവിയിൽ തുടരുവാൻ താല്പര്യമല്ലെങ്കിൽ രാജിവെച്ച് സ്ഥാനമൊഴിയുന്നതിനുള്ള സ്വാതന്ത്ര്യം അംഗങ്ങൾക്കുണ്ട്. ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു UPSC അംഗത്തിന് ദോഷകരമായ അയാളുടെ സേവന വേതന വ്യവസ്ഥയിൽ മാറ്റം വരുത്താൻ പാടില്ല. അംഗത്വം ഒഴിഞ്ഞതിനു ശേഷം ചെയർമാൻ ഇന്ത്യയിലെ ഒരു സർക്കാരിന് കീഴിലും ഒരു പദവിയും അംഗീകരിക്കാൻ കഴിയില്ല.
പദവിയിൽ നിന്ന് ഒഴിഞ്ഞ UPSC അംഗത്തിന് UPSC ചെയർമാൻ സ്ഥാനമോ ഏതെങ്കിലും സംസ്ഥാനത്ത് PSC ചെയർമാൻ സ്ഥാനമോ സ്വീകരിക്കുന്നതിന് അനുവാദമുണ്ട്. കേന്ദ്രത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് UPSCയുടെ ചെലവ് നിർവഹിക്കുന്നത്. തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ UPSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാവുന്നതാണ്. സുപ്രീം കോടതി സമർപ്പിക്കാവുന്ന റിപ്പോർട്ടിനെ ആധാരമാക്കി മാത്രമേ ഇങ്ങനെ നീക്കം ചെയ്യാവൂ. താഴെ പറയുന്ന കാരണങ്ങൾ പ്രസിഡന്റിന് ഒരു UPSC അംഗത്തെ നീക്കം ചെയ്യാം. അയാൾ പാപ്പർ സൂട്ട് നൽകിയുള്ള വ്യക്തിയാണ്. 2 സ്വന്തം പദവിക്ക് പുറമെ പ്രതിഫലം പറ്റുന്ന ഏതെങ്കിലും തൊഴിൽ അയാൾ ഏറ്റെടുത്ത് എന്നല്ല. 3 ശാരീരികമോ മാനസികമായ അവശത കാരണം ഔദ്യോഗിക പദവിയിൽ തുടരാൻ അയാൾ അയോഗ്യനാണെന്ന് പ്രസിഡന്റിന് ബോധ്യമാണ്. ഇനി 6ാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് UPSC ആണ്. UPSCയുടെ ധർമ്മങ്ങൾ എന്താ? അഖിലേന്ത്യാ സർവീസിലേക്കും കേന്ദ്ര സർവീസിലേക്കും നിയമനം നടത്തുന്നതിനുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിന് UPSC പരീക്ഷകൾ നടത്താറുണ്ട്. പ്രത്യേക യോഗ്യത ആവശ്യമുള്ള പദവികളിലേക്ക് സംയുക്തമായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് UPSC സംസ്ഥാനങ്ങളെ സഹായിക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങളിൽ UPSCയുടെ അഭിപ്രായം ആരാഞ്ഞിരിക്കണം. 1. കേന്ദ്രത്തിന് കീഴിലുള്ള സിവിൽ പദവിയിലേക്കുള്ള നിയമന രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും. 2. നിയമനം, സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവയിൽ പാലിക്കേണ്ട തത്വങ്ങളെ കുറിച്ച്. 3. കേന്ദ്ര സർക്കാരിന്റെ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഏറ്റെടുക്കുമ്പോൾ. 4. തന്റെ കർത്തവ്യ നിർവഹണത്തെ തുടർന്നുണ്ടാവുന്ന അച്ചടക്ക നടപടികളെ നേരിടുന്നതിനുള്ള നിയമ നടപടികൾക്കുള്ള ചെലവുകൾക്കായി ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ. 5. കേന്ദ്ര സർക്കാരിനെ സേവിക്കുന്നതിന് ഉണ്ടായ പരിക്കുകൾക്കുള്ള നഷ്ടപരിഹാരം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ. UPSC തങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിനായി ഓരോ വർഷവും പ്രസിഡന്റിന് സമർപ്പിക്കാറുണ്ട്. 7ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദി കോമ്പോസിഷൻ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമഘടനയെ കുറിച്ച് വിവരിക്കണം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുഭരണ വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകും. സംസ്ഥാന ഗവർണറാണ് ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത്. 62 വയസ്സ് തികയുന്നതുവരെ 6 വർഷക്കാലത്തേക്കോ കമ്മീഷൻ അംഗങ്ങൾക്ക് തുടരാം. അംഗസംഖ്യ ഭരണഘടന നിശ്ചയിച്ചില്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ പകുതി അംഗങ്ങൾ 10 വർഷത്തേക്കെങ്കിലും സേവന പരിചയമുള്ള ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ സിവിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം. സംസ്ഥാന PSC അംഗത്തിന് രാജിക്കത്ത് ഗവർണർക്ക് സമർപ്പിക്കാം. ഒരംഗത്തെ നീക്കം ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. സംസ്ഥാന PSCകളുടെ ചെയർമാനോ അംഗങ്ങൾക്കോ ഔദ്യോഗിക കാലാവധിക്ക് ശേഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ജോലി സ്വീകരിക്കുന്നതിന് അധികാരമില്ല. പക്ഷേ UPSC ചെയർമാൻ അംഗം, ഇതര സംസ്ഥാനങ്ങളിലെ PSC ചെയർമാൻ അംഗം എന്നീ പദവികൾക്ക് അവർക്ക് പ്രവർത്തിക്കാം. കമ്മീഷന്റെ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള ഉപാധിയായി നിലവിലുള്ള അംഗങ്ങളുടെ സേവന വ്യവസ്ഥകൾ അവർക്ക് ദോഷകരമായ രീതിയിൽ പുനർനിർണയം ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദി ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് PSC. സംസ്ഥാന PSCയുടെ ചുമതലകളെ കുറിച്ച് വിശദീകരിക്കണം. സംസ്ഥാന PSCയുടെ ചുമതലകൾ 2 തരമുണ്ട്, ഭരണപരവും ഉപദേശ രൂപത്തിലുള്ള. സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഭരണപരമായ ചുമതല. സംസ്ഥാന സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾക്ക് ആവശ്യമായ പരീക്ഷകൾ നടത്തുന്നതും ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കുന്നതും സംസ്ഥാന PSCയുടെ ചുമതലയാണ്. സ്റ്റേറ്റ് സർവീസിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന നടപടിക്രമവുമായി ബന്ധപ്പെട്ടാണ് ഉപദേശക ധർമ്മങ്ങൾ. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഉപദേശമാരാണ്. 1. നിയമനം, സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം എന്നിവ നടത്തുമ്പോൾ പാലിക്കേണ്ട തത്വങ്ങളെ കുറിച്ച്. 2. സംസ്ഥാന സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കുമ്പോൾ. 3. തന്റെ കൃത്യനിർവഹണത്തിനിടയിൽ നേരിടേണ്ടി വരുന്ന നിയമ നടപടികളെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ ചെലവ് ഒരു ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടാൽ. 4. സർക്കാർ ബൗദ്ധ്യം നിറവേറ്റുന്നതിനിടയിൽ ഉണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ. തങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് സംസ്ഥാന PSC വർഷം തോറും ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വാർഷിക റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിന്റെ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിന്റെ ഗൈഡുകൾ ലഭിക്കാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. ഇനി ആരെങ്കിലും വീട്ടിലിരുന്ന മൊബൈലിൽ ഓൺലൈൻ പരീക്ഷ എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷന്റെ കീഴിൽ SSLC +2 നൽകുന്നുണ്ട്. ഷുവർ പാസ്സാണ്. പാസ്സായിട്ട് നമ്മൾ ഫീസ് തിരിച്ചു നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.